ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പം നമ്മുടെ ചാനലായ വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ തുടക്കം തന്നെ നമ്മുടെ പുതുപ്പള്ളി പള്ളിയിൽ നിന്നാവാം അല്ലേ. പള്ളിയിലേക്ക് ഞങ്ങൾ പള്ളിയിൽ പോയതല്ല, ശരിക്കും ആ റൂട്ട് ഒന്ന് പോയപ്പോഴത്തേക്ക് ഭവിക്ക് അവിടെ ഇറങ്ങി മെഴുകുതിരി കത്തിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കുവാണ്. അപ്പോൾ എൻ്റെ കാല് വയ്യാഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. അപ്പോൾ അവൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് ദാ ഓടി വരുന്നുണ്ട്. അപ്പോൾ ഈ ട്രിപ്പായിരുന്നു ഞങ്ങൾ പോയത് സാരി എടുക്കാൻ. ഭവിക്ക് ഫെയർവെല്ലായിരുന്നു. അപ്പോൾ ഫെയർവെല്ലിന് വേണ്ടി സാരി സെലക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ആദ്യം ബ്ലൂ ഇട്ടു, പിന്നെ പിങ്ക് ഇട്ടു. എന്നിട്ട് അവൾക്ക് ബ്ലൂ ആണ് ഇഷ്ടപ്പെട്ടത്, പക്ഷേ എനിക്ക് പിങ്ക് ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. അച്ചയ്ക്കും മൂക്കും ഒരേ ഇതായിരുന്നു ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത സാരി ഗ്രീൻ കളറിലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഉടുത്തൊക്കെ നോക്കി, 2-3 സെറ്റൊക്കെ ഉടുത്ത് നോക്കി. അപ്പോൾ ഈ 2 സാരി മാത്രമേ ഉടുത്ത് നോക്കിയുള്ളൂ, വേറെ ഒന്നും നോക്കിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഇഷ്ടപ്പെട്ടു, നമ്മളതും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം നമ്മുടെ പൊട്ടറ്റോ ഇത്രയും കിളുത്ത് കേട്ടോ. ഞാൻ പൊട്ടറ്റോ ഇങ്ങനെ കിളിപ്പിച്ചതാണ്, എന്തായാലും കിളുത്തിട്ടുണ്ട്, അറിയില്ല ബാക്കി. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം നമ്മളിത് കാരിത്താസിലേക്ക് പോയതാണ്. അവിടെ ഒരു ബിജുവിനൊരു സ്കാനിങ് ഉണ്ടായിരുന്നു, നടുവേദനയല്ലേ. അപ്പം സ്കാൻ ചെയ്യാൻ പോയതായാലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ തിരിച്ചു പോരാൻ പറ്റി. അവിടെ നമ്മൾ പോയ വഴി കോട്ടയത്ത് പുതിയതായിട്ടൊരു 77 എന്ന് പറഞ്ഞ ഒരു ലേഡീസ് സ്റ്റോർ ഓപ്പൺ ആയിക്കോട്ടെ. ജോസ്കോക്കാരുടെ മോടെ ഹസ്ബൻഡിൻ്റെ ഷോപ്പാണ്. അടിപൊളി ഷോപ്പ് കേട്ടോ. എല്ലാം നല്ല എന്താ പറയുന്നത്, നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് അവിടത്തേക്ക് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു തുടങ്ങി. ഇതാണ് ഭവിയുടെ ഫൈനൽ ലുക്ക്. അന്നത്തെ ഷോയാണ് ഈ കാണുന്നത്. പിന്നെ അതിന് ശേഷം ഞങ്ങളന്ന് വൈകുന്നേരം വിശക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ ജ്യൂസിൽ നിന്ന് ഒരു സാൻഡ്വിച്ചും ജ്യൂസും കൂടെ ഓർഡർ ചെയ്തു. അത് ഇരുന്ന് അടിച്ച് കയറ്റുന്ന രംഗമാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെന്താണ്, ഇങ്ങനെയൊക്കെ പോകുന്നു നമ്മുടെ വിശേഷങ്ങൾ. പിന്നെയുള്ള കാര്യങ്ങൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇപ്പം നമുക്കൊരു വ്യക്തിയെ നമുക്ക് ഒട്ടും നമ്മൾ നല്ല ഫ്രണ്ട്സായിരുന്നു, അല്ലെങ്കിൽ അവർ പിന്നീട് നമ്മുടെ ഒരു വൈരാഗ്യം നമുക്കിഷ്ടമില്ലാതെയായി. ഇഷ്ടമില്ലാതെയായെങ്കിലും ഒരിക്കലും ഞാനുണ്ടല്ലോ അവരെ അവർക്കൊരു അഴുക്ക് വരണമെന്നോ അങ്ങനെയോ അല്ലെങ്കിൽ അവർക്ക് നശിച്ചു പോകണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കത്ത് പോലുമില്ല കേട്ടോ. പക്ഷേ ചില വ്യക്തികളുണ്ട് കേട്ടോ അങ്ങനെ ചിന്തിക്കുന്നവരും ഇങ്ങനെ പ്രാകുക എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഇരുന്ന് പ്രാകുന്ന മനുഷ്യരും ഉണ്ട്. പക്ഷെ ഞാനപ്പോൾ ഓർക്കും, അതൊക്കെ ഏക്കുമായിരിക്കുമോ നമുക്ക്? ഈ പ്രാക്കും ദോഷങ്ങളും ഒക്കെ ഒരാളെ പറയുമ്പോഴത്തേക്ക് അയാൾ കേൾക്കുമോ? ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഒരിക്കലും ഒരാളെ പരാകുമോ അല്ലെങ്കിൽ അവർ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ് കേട്ടോ. അത് എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് ഇപ്പം എന്നെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ചുറ്റങ്ങൾ ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് തന്നെ എനിക്ക് പറയാം. ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണക്കക്കാരാണ് കൂടുതലും. അപ്പോൾ ഒരു പക്ഷേ അവരൊക്കെ എന്നെ ഇരുന്ന് നല്ലത് പറയുന്നു ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ അവരെ തിരിച്ചൊന്നും ഒരു അനാവശ്യം പറയുമോ അല്ലെങ്കിൽ അവരെ പറ്റിയിരുന്ന് കുറ്റം പറയുമോ അല്ലെങ്കിൽ അവർക്ക് ദൈവം ഒന്നും കൊടുക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇതിനുള്ള ശിക്ഷ കൊടുക്കുന്നില്ലല്ലോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്ന ഒരാളെ അല്ല കേട്ടോ. അപ്പം തിരിച്ചും അങ്ങനെ ചെയ്യുന്നവർക്ക് നമ്മളിലേക്ക് അത് കിട്ടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ വയ്യാഴിയൊക്കെ വരുമ്പോഴത്തേക്ക് ഓർക്കും, അങ്ങനെ ഇരുന്ന് ഓരോരുത്തർ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ കാണുമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ പലരുടെയും കേട്ടിട്ടുണ്ട്, പല പ്രശ്നങ്ങളും വരുമ്പോഴത്തേക്ക് അവരിരുന്ന് ഇപ്പം അവരെ പറയുന്നതും അവരൊന്നും ഒരു കാലത്ത് ശരിയാവത്തില്ല അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, ഇതുപോലെ നമ്മളെപ്പറ്റിയും അങ്ങനെ പറയത്തില്ലേ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അതൊക്കെ പോട്ടെ. പിന്നെന്താ, നമ്മുടെ പൂച്ചക്കുട്ടന്മാർ കിടക്കുന്നത് കണ്ടോ ഫ്രിഡ്ജിൻ്റെ മണ്ടയിൽ? എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിൻ്റെ മണ്ടയിൽ കിടക്കുന്നത് പറഞ്ഞാൽ അതുങ്ങൾക്ക് ചൂട് കിട്ടാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. 2 എണ്ണം അവിടെ കിടപ്പുണ്ട്, പക്ഷെ ഒന്ന് ഇങ്ങനെ ഭയങ്കര വയ്യാഴിയാണ് കേട്ടോ, ഒന്നും കഴിക്കുന്നൊന്നുമില്ല, എന്താണെന്നറിയത്തില്ല. അപ്പോൾ ആ ടൈമിൽ അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിപ്പം 2 ദിവസമായിട്ട് ഒരെണ്ണത്തിന് തീരെ വയ്യ, ബ്ലാക്കിന്. എന്താണെന്നറിയത്തില്ല, ദഹനത്തിൻ്റെ പ്രശ്നം വല്ലതും ആണോ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഒക്കെ ഇരിക്കുന്നു. അപ്പം പൂച്ചയ്ക്ക് വയ്യാതാകുമ്പോഴും ഞാൻ പറയും കേട്ടോ ഇതുപോലെ, അയ്യോ എന്തൊക്കെയോ ദോഷങ്ങളായിരുന്നു, അപ്പം നമ്മളിലേക്കുണ്ടതൊക്കെ ആ പൂച്ചപ്പാവം അതായിരിക്കും ചിലപ്പോൾ അതും പേര് നടക്കുന്നതെന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയാറുണ്ട്. പക്ഷേ അത് പൂച്ചയുടെ കാര്യം ഒരുപാട് പേര് പറഞ്ഞെനിക്കറിയാം കേട്ടോ. നമ്മൾ വീട്ടിൽ പൂച്ചയെ വളർത്തുന്നത് തന്നെ നമ്മുടെ കുറേ ദോഷങ്ങൾ മാറാനാണെന്നും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അതുങ്ങളിലേക്ക് പോകുന്നു. പക്ഷെ അതൊക്കെ ഓർക്കുമ്പോഴും ഒരു സങ്കടമുണ്ട്, അതുങ്ങൾക്കല്ലേ കിട്ടുന്ന പാവം. ഒരു സൺഡേ നൈറ്റ് ഞങ്ങൾ കളക്ട്രേറ്റിൻ്റെ അവിടെ കഴിക്കാൻ പോയതാണ് കേട്ടോ. അതിങ്ങനെ വണ്ടിയിൽ ഫുഡ് അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥലം കേട്ടോ. അപ്പം
എനിക്ക് അപ്പവും സ്റ്റൂവും മതി എന്ന് പറഞ്ഞാൽ ഞാനതാണ് കഴിച്ചത്. ഇവർ കപ്പ ബിരിയാണിയാണ് കഴിച്ചത്. കപ്പ ബിരിയാണിക്കൊക്കെ ഒടുക്കത്തെ ടേസ്റ്റാണ്, ഒന്നും പറയണ്ട. ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്നല്ല, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പിന്നെ കുറേ പേരൊക്കെ എന്താ പറയുന്നത്, കൊള്ളില്ല എന്നൊക്കെ ഓർത്തു. പക്ഷെ ഇവിടെ നല്ല വൃത്തിക്കാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും കൊടുക്കുകയും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കഴിക്കാനും തോന്നും. അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മുടെ കൈതേപ്പാലത്ത് വന്ന് പച്ചക്കറി മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം കാല് വയ്യാകൊണ്ട് ഞാനവിടെ തന്നെ നിന്നു. ബിജോണ്ണാണ് പോയി മേടിക്കാൻ പോയത്. ഇങ്ങനെയുള്ള കുർത്തക്കേടൊക്കെ ഉണ്ട് ഗൈസ്. അച്ഛനെ പഠിപ്പിക്കാനിരിക്കുന്നു പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഇരുന്നോളും, പക്ഷേ എൻ്റെ പൊന്നേ എന്നാ കുരുത്തക്കേടാണെന്നറിയാമോ. ഇവൻ ഇച്ചിരി ADHD ആണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഭയങ്കര പ്രശ്നവും കാര്യങ്ങളും ഉണ്ട്. ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഒരു 5-10 മിനിറ്റോ അതിൽ കൂടുതലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 10 മിനിറ്റ് ഇരിക്കുന്ന സമയത്തുള്ള പഠിത്തമൊക്കെയാണ്. പക്ഷേ ശ്രമിച്ചാൽ നന്നായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. പക്ഷേ അവൻ ക്ഷമ കിട്ടുന്നില്ല, ഇരിക്കാനുള്ള മൂഡില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പല പ്രശ്നങ്ങളാണ്. തലചൊറിച്ചിലോ, കാലെടുത്ത് വെക്കുന്നു, കൈ കൊട്ടുന്നു എന്ന് വേണ്ട, ഒന്നും പറയണ്ട. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.